അങ്ങനെ കാത്തിരിപ്പിന് വിരാമമേകിക്കൊണ്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീന മിന്നും വിജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ആദ്യ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ടീം ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ ഉജ്ജ്വല ജയം ലക്ഷ്യമിട്ടായിരിക്കും സ്കലോണിപ്പട കളത്തിലേക്ക് ഇറങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി അർജന്റീന എങ്ങനെ ഇറങ്ങുമെന്ന് മാധ്യമപ്രവർത്തകർ നിരന്തരം സ്കലോണിയോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വരെ അദ്ദേഹം കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ നാളെ അൾജീരിയക്കെതിരെ എങ്ങനെയായിരിക്കും അർജന്റീന കളത്തിലിറങ്ങുക എന്ന് കൃത്യമായി ലൈനപ്പ് വന്നിരിക്കുകയാണ്. അർജന്റീൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു വമ്പൻ 11 തന്നെയാണ് അൾജീരിയക്കെതിരെ ലയണൽ സ്കലോണി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്കലോണി നാളെ ഇറക്കാൻ പോകുന്ന 11 നോക്കാം. നാളെ അൾജീരിയക്കെതിരായുള്ള പ്ലേയിങ് 11-ൽ ഗോൾ കീപ്പറായിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. മാറ്റങ്ങൾ ഉണ്ടാകില്ല. റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൗഹേൽ മൊളീന, സെൻട്രൽ ബാക്ക് ആയിക്കൊണ്ട് ക്യൂട്ടി റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സ്കലോണി മെദിനയെ ആയിരിക്കും ഇറക്കുക. ഇനി മധ്യനിരയിൽ 3 പേർ, ഡിപോൾ, മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്. മുന്നേറ്റത്തിലും 3 പേരായിരിക്കും. ലിയണൽ മെസ്സിക്കൊപ്പം ലൗത്തറോ മാർട്ടിനസും പിന്നെ തിയാഗോ അൽമേഡയുമായിരിക്കും മുന്നേറ്റങ്ങൾ നയിക്കുക. നാളത്തെ മത്സരത്തിലെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് 4-3-3 എന്നായിരിക്കും. ഏതായാലും ഒരു വമ്പൻ 11 തന്നെയാണ് സ്കലോണി നാളത്തെ മത്സരത്തിലേക്കായി ഒരുക്കിയിട്ടുള്ളത്. അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നും വിജയം നേടാനാകുമെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.